ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തോഷത്തോടൊപ്പം മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള സങ്കടകരമായ ഓർമ്മകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, അവരെല്ലാവരുടെയും സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. നമ്മുടെ സാഹോദര്യ ബന്ധവുമാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തുന്നതിനിടയാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബഹുമാന്യായ അധ്യക്ഷൻ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തബാധിത കുടുംബങ്ങൾ മനുഷ്യൻ സാധാരണ സ്വപ്നം കാണുന്നവരാണ്. ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ആ രാത്രി എല്ലാവരും ഉറങ്ങുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചിന്തിച്ചവരുണ്ടാവും. എന്നാൽ അവരുടെ മനുഷ്യനെ നടുക്കും തരത്തിലുള്ള ലാസ്റ്റ് അവരരിയായി കോഴി സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നാണ് അർത്ഥം. ഒരുമിച്ച് തന്നെ ട്രൈക്കുള്ളത് കഴിയണമെന്നാണ് ആഗ്രഹം. അതിനെ പറയുന്ന ഡ്രൈനെസ് ഇല്ല, മോയ്സ്ചർ. അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അതിന്റെ കൂടെ നിൽക്കാനാണ് അതെന്താ കുറെ അടുത്ത് പിതുക്കി കയ്യിലൊക്കെ തേക്കുന്നില്ല നാം ശ്രമിച്ചത്. അതിന്റെ ഭാഗമായാണ് ഈ കുടുംബങ്ങൾക്കാകെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് എന്ന ആശയത്തിന് രൂപം കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ കണ്ടിരുന്നു അല്ലെങ്കിലും നിന്റെ പള്ളി ഇതാക്കി അടക്കണം നീയെ, അപൂർവം അടക്കണം നീയെ. അവർക്ക് സ്വന്തമായി പോകണമെന്ന് ആഗ്രഹമുണ്ടാകാം. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ തടസ്സം നിൽക്കേണ്ടതില്ല. അതിനെ സഹായിക്കാവുന്ന നിലയിൽ സഹായിക്കാമെന്നും ആ ഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ തുടങ്ങുമ്പോൾ നമുക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല ഈ പദ്ധതി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ധാരാളം വരുമല്ലോ. എല്ലാവരും ഈ ആശയത്തോട് അനുകൂലിച്ചു. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി. കുഞ്ഞുങ്ങൾ മുതൽ
മുതിർന്ന പൗരന്മാർ വരെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. നീ എന്നെ അടിച്ചോണ്ട് നടന്നാ മതി. മാത്രമല്ല എനിക്കൊന്നും എണ്ണം പറഞ്ഞുകൊണ്ട് ഈ ക്രീമുകളൊന്നും ഇല്ലെങ്കിൽ അമ്മ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇത്ര വീടുകള് ഞങ്ങളുടെ വക നൽകാൻ ക്രീമുകളിലുള്ള തയ്യാറാണ്. ഇത് മാത്രമല്ല ആ ഘട്ടത്തിൽ എല്ലാ അറിയിക്കുകയുണ്ടായി. ക്രീമുകളിലും അല്ല പല്ലി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ എല്ലാം കൂടി വന്നപ്പോ മറ്റേന്ന് പറഞ്ഞാൽ നീ എല്ലാ പല്ലിയേക്കാണ് നീ എത്ര ദിവസം നീ പല്ലിയേക്ക് ആഹാരം കഴിക്കും? നല്ല നമ്പറുണ്ട്. ചേട്ടാ ഇതെന്തിനാ പല്ലി പണ്ടേ പല്ലി ഇവനെ പോലെയാണ് ആരാ നീ എത്രയോ ദിവസം പല്ലിയേക്ക് ആഹാരം കഴിച്ചിട്ടുണ്ട്? ഈ പല്ലിന്റെ ഇടയിൽ വല്ല ഒരു കാര്യം ക്യാരടിക്കാൻ ബ്രഷ് ചെയ്യണം. വ്യക്തമാക്കി. വിചാരിച്ച് ഞാൻ അടിക്കണം അത് പണ്ടേ പല്ലി കഴിക്കില്ലോ ചില ദിവസങ്ങളിൽ. ഈ വീടുകൾ പറയല്ലേ ചേട്ടാ ഞാൻ എല്ലാം പല്ലി വയ്ക്കാത്ത ഒരു ദിവസം ടൗൺഷിപ്പ് നിർമ്മിക്കുക മറന്നുപോയെന്ന് പറഞ്ഞ ദിവസമുണ്ട്. എന്നതാണ് വാഗ്ദാനം സംസ്ഥാനം നൽകുകയാണ്. കണ്ടിട്ടില്ലേ? അപ്പോ ഇത് നടപ്പാക്കേണ്ടതാണ്. ഈ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർ നീ അടുത്തോടെ പോയി കൊണ്ടിച്ചു പറയണം ആട് അത് ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്രയും വീടുകൾ ഒഴിച്ചിടാനാവില്ല. കാരണം ആടുജീവിതം അവന്റെ അവസ്ഥ അവിടെ ഉണ്ട്. ഇവന്റെ എല്ലാ അവസ്ഥയ്ക്ക് ഒരു കുറവില്ല. വീടുകളുടെയും അവിടെ ആടേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ആടുജീവിതം നിർമ്മാണം ഗൾഫിലൊക്കെ അടിപൊളിയായിട്ടാണോ ഒരേ രീതിയിൽ മോളിച്ചപ്പോ 100 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. നടത്താനാണ് നിശ്ചയിച്ചത്. ഇന്നലെ എൻ്റെ അടുത്ത് വളരെ വിഷമിച്ച് എനിക്ക് ഫാറ്റ് കൂടുതൽ അപ്പൊ ഏതെങ്കിലും കൂട്ടർ ഞാൻ പറഞ്ഞു കഥ കുട്ടി വിളിച്ച് ഫാറ്റ് കൂടുതൽ പിൻവാങ്ങുന്നു, ചെക്ക് ചെയ്തു ഇത്രയാവും 10 അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് മുഴുവൻ നിറവേറ്റാനാകുന്നില്ല 20 കൂടും. എന്നൊക്കെ വന്നാൽ എങ്ങനെയാണ് അതിന്റെ കുറവ് ഇത് വീട് നിർമ്മാണത്തെ ബാധിക്കില്ല. നീ അധികം താമസിക്കാൻ പോയി എല്ലാ വീടുകളും അപ്പോഴേ നിർമ്മിക്കുക അധികം താമസിക്കാൻ അത് സംസ്ഥാനം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. നല്ല കൂടുതൽ ഫാറ്റ്. അധികം അത് പൂർണ്ണമായും അധികം താമസിക്കാൻ കുഴഞ്ഞു ഞാൻ പറഞ്ഞു നിറവേറ്റാനുള്ള ബാധ്യത ഫുഡ് ഫാറ്റ് കൂടുതലായിട്ട് ഇന്നലെ വൈകിട്ട് സംസ്ഥാനത്തിനുണ്ട്. കുഴച്ചടിച്ച് കൊച്ചു പിള്ളേരെ കണക്ക് വരാതെ വന്നു എല്ലാവരുമായും പങ്കുവച്ചിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവരുടെ മുന്നിലും ആ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും വാഗ്ദത്തം ചെയ്തവരിൽ ഒട്ടേറെ പേർ മാതൃകാപരമായി തന്നെ നിറവേറ്റാൻ തയ്യാറായി. നല്ല സഹകരണം, നല്ല പിന്തുണ ഇനി വന്ന് ആരെങ്കിലും എല്ലാവരുടെയും ഭാഗത്തുണ്ടായി. ഇപ്പോ വന്ന കാലതാമസത്തിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ എടുത്തിട്ട് തന്നെ കിട്ടേണ്ടത്. ഏതായാലും 178 വീടുകൾ നമുക്ക് കൈമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇവിടെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ 13 പട്ടികവർഗ കുടുംബങ്ങൾ, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് മേപ്പാടി പുതിയ വില്ലേജ് പരിസരത്ത് 5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ പട്ടയവും ഇന്ന് കൈമാറുന്നുണ്ട്. സാധാരണയായി വീടുകൾ ലഭിക്കുക, അതിൽ താമസം ആരംഭിക്കുക എന്നതെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തോഷത്തോടൊപ്പം മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള സങ്കടകരമായ ഓർമ്മകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിൽ
നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അവരെല്ലാവരുടെയും സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ.